ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചാവേർ പോരാളിയായി അറിയപ്പെട്ടിരുന്ന നിലമ്പൂർ MLA PV അൻവർ അദ്ദേഹത്തിനോട് ഇടയുകയും അതിന്റെ പേരിൽ MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഇപ്പോൾ പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ 2025 ഏപ്രിൽ മാസത്തിൽ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതു വലതു മുന്നണികൾക്ക് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിലും തർക്കമില്ല. CPM-നെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്തേണ്ടത് അഭിമാനത്തിന്റെ വിഷയമാണെങ്കിൽ കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ച് ഈ സർക്കാരിന്റെ കാലത്ത് അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിട്ടില്ല എന്ന പോരായ്മ നികത്തുവാനുള്ള സുവർണ അവസരമാണ് നിലമ്പൂരിൽ ഒരുങ്ങുന്നത്. CPM തങ്ങളുടെ യുവ നേതാവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തൃപ്പൂണിത്തുറ മുൻ MLA-യുമായിരുന്ന M സ്വരാജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി നിർദ്ദേശം അനുസരിച്ച് എറണാകുളത്ത് നിന്ന് സ്വരാജ് നിലമ്പൂരിലേക്ക് താമസം മാറിയെന്നും അവിടെയുള്ള പാർട്ടി പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുവാൻ ആരംഭിച്ചുമെന്നുമാണ് സൂചനകൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ AICC കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതിന് വേണ്ടി ഒരു ടീമിനെ നിലമ്പൂരിൽ നിയോഗിച്ചിട്ടുണ്ട് എന്നും അവർ നടത്തുന്ന സർവേയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയമെന്നുമാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് പ്രധാനമായും 2 പേരുടെ പേരാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഒന്നാമൻ മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയി ആണെങ്കിൽ രണ്ടാമൻ 3 പതിറ്റാണ്ടിലധികം കാലം നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച മുൻ മന്ത്രിയായിരുന്ന മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ്. 1987 മുതൽ 2016 വരെ തുടർച്ചയായി ആര്യാടൻ മുഹമ്മദാണ് കോൺഗ്രസിന് വേണ്ടി നിലമ്പൂരിൽ വിജയിച്ചു കയറിയിരുന്നത്. എന്നാൽ ആര്യാടൻ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് മാറി നിന്ന 2016 പകരക്കാരനായി എത്തിയത് അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തായിരുന്നു. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ഇടതുപക്ഷം ആദ്യമായി ഈ മണ്ഡലം തിരികെ പിടിക്കുന്നതും 2016 തെരഞ്ഞെടുപ്പിലാണ്. PV അൻവറിനോട് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടത്. പിന്നീട് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി DCC അധ്യക്ഷനായിരുന്ന VV പ്രകാശിനെ അവിടെ നിയോഗിച്ചെങ്കിലും ശക്തമായ മത്സരത്തിനൊടുവിൽ 2,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ PV അൻവർ വീണ്ടും വിജയിച്ചു കയറുകയായിരുന്നു. ഇവിടെ കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അച്ഛന് ശേഷം മകൻ, ഭർത്താവിന് ശേഷം ഭാര്യ എന്ന കോൺഗ്രസ് ശൈലി ദീർഘകാലമായി ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർ പരീക്ഷിച്ചു പോരുന്ന ഒരു വിജയ ഫോർമുലയാണ്. G കാർത്തികേയന്റെ മരണത്തിന് ശേഷം അരുവിക്കരയിൽ അദ്ദേഹത്തിന്റെ മകൻ ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി അന്ന് തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമാക്കിയെടുത്തത്. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മനെ ഇപ്പോഴുള്ള കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയാക്കുന്നതും അവിടെ വിജയം കൊയ്യുന്നതും നാം കണ്ടു. PT തോമസിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ഉമാ തോമസിനെയാണ് തൃക്കാക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചതും വിജയിക്കുവാൻ സാധിച്ചത്. എന്നാൽ നിലമ്പൂരിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആര്യാടൻ ഫാക്ടറിന്റെ പ്രസക്തി കുറഞ്ഞു വരുന്നത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്. അവസാനമായി ആര്യാടൻ മുഹമ്മദ് വിജയിച്ച 2011 തെരഞ്ഞെടുപ്പിൽ കേവലം 5,600 വോട്ടുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. 2016 അദ്ദേഹത്തിന്റെ മകൻ കളത്തിലിറങ്ങിയപ്പോൾ 10,000-ലധികം വോട്ടുകൾക്കാണ് കോൺഗ്രസ് ഇവിടെ തോറ്റത്. മറുവശത്ത് VS ജോയിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ DCC അധ്യക്ഷന്മാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം ആളുകളെ അന്യ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതും മലപ്പുറം ജില്ലയിലായിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് VS ജോയിയാണ്. സംഘടനാ സംവിധാനം കൃത്യമായി ചലിപ്പിച്ചുകൊണ്ട് നിലമ്പൂരിലും മലപ്പുറം ജില്ലയിലും കോൺഗ്രസിനെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ കക്ഷിയായി നിലനിർത്തുന്നതിൽ VS ജോയി ഇപ്പോൾ നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. ഈ സാഹചര്യത്തിൽ മക്കൾ രാഷ്ട്രീയത്തെ തിരസ്കരിച്ച് VS ജോയിയെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതായിരിക്കും വിജയത്തിന് കൂടുതൽ അഭികാമ്യമെന്നാണ് നിലമ്പൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ വന്യജീവി ആക്രമണങ്ങളുടെ ദുരിതങ്ങൾ കാലങ്ങളായി അനുഭവിക്കുന്നവരാണ്. ഇതിനോട് പലപ്പോഴും വനം മന്ത്രി AK ശശീന്ദ്രൻ നടത്തിയ പ്രതികരണങ്ങൾ ഇവിടെ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാകുമെന്നും ഉറപ്പാണ്. മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കുവാനായി അവിടെ മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണ കോൺഗ്രസിനുണ്ടാകും. എന്നാൽ മലയോര കർഷകരായ ക്രൈസ്തവ വോട്ടുകളിലേക്ക് കടന്നു കയറുന്നതിന് കോൺഗ്രസിന് VS ജോയിയെ പോലൊരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവൻ മരണ പോരാട്ടത്തിൽ VS ജോയിയെ കളത്തിലിറക്കി വലിയ ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയം ലക്ഷ്യമിട്ടാവണം
കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതൃത്വങ്ങൾ പരിശ്രമിക്കേണ്ടത് എന്ന ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.